മയിലാടുംപാറ ഫോറസ്റ്റ് ഓഫീസ്. സാറേ, വട്ടപ്പാറയിൽ പുലി ഇറങ്ങി, പെട്ടെന്നൊന്ന് വരാമോ? പുലി ഇറങ്ങി കിട്ടുന്നു പോലും ചെല്ല പറയുന്ന കേട്ടതൊന്ന് മോഹൻലാല മമ്മൂട്ടി അങ്ങോട്ടാ വന്നിക്കുന്നത്. പുലി വന്നിട്ടുണ്ടെങ്കിൽ നീ വല്ല ഓൺലൈൻ ചാനലുകാരെയും വിളിച്ച് പറയണം. അവരാകുമ്പോ പിന്നെ പുലിയുടെ പറയാൻ അങ്ങ് കൂടിക്കോളും. പിന്നെ ശല്യം സഹിക്കാൻ വയ്യാതെ പുലി തന്നെ അങ്ങ് കാട് കയറുമെന്ന്. മഞ്ജുമിഠായിയോ? മഞ്ജുമിഠായിയല്ല, മഞ്ജുമിഠായി. ഞാൻ പുതിയ ചാർജ് എടുക്കാൻ വന്നയാ. ആഹാ, ഇതെന്റെ ചാർജറാ, ഇത് ഞാൻ തരത്തില്ല. ഞാൻ ചാർജർ എടുക്കാൻ വന്നതല്ല, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഓ, ജോലിക്ക് വന്നതാണല്ലേ. കുട്ടിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത്രയ്ക്ക് ഇഷ്ടമാണോ? സത്യം പറയാലോ, എനിക്ക് അങ്ങനെ ജോലിക്ക് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എനിക്കെപ്പോഴും വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ വീട്ടുകാരുടെ ഒരേ നിർബന്ധം, ജോലിക്ക് പോ ജോലിക്ക് പോ ജോലിക്ക് പോയെന്ന്. എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഇഷ്ടം കണ്ടാ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുത്തത്. കുട്ടിയോട് ആരാ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റെസ്റ്റ് ഉണ്ടെന്ന്? റെസ്റ്റ് എപ്പോഴും 4 പേർക്ക് റെസ്റ്റ് ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഒറ്റ ഫോറസ്റ്റ് എന്ന് വെച്ചാ കാടാ. വിസിറ്റിംഗ് കാർഡാണോ ക്രിസ്മസ് കാർഡാണോ? വിസിറ്റിംഗ് കാർഡാണോ ക്രിസ്മസ് കാർഡാണോന്ന് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ PSC എഴുതി കിട്ടിയതല്ലേ? അല്ലയോ? അല്ല. പിന്നെ എനിക്ക് ടെമ്പററി. ട്രംപൊന്നും അറിയാൻ പോകുന്നില്ല. എന്നോട് നീ ഒരു കാര്യം പറഞ്ഞ ഇരു ചെവി അറിയത്തില്ല. അതല്ല, ടെമ്പർ പോസ്റ്റ്. ഓ, ടെമ്പററി പോസ്റ്റ്. അതിനാണ് അങ്ങ് അമേരിക്ക കിടന്ന ട്രംപിനെ വരെ നീ പോസ്റ്റ് ആക്കിയത്. പിന്നെ ഫോറസ്റ്റ് എന്ന് വെച്ചാ വനം വകുപ്പ്. വനം വകുപ്പ് എന്ന് വെച്ചാ അത് പണ്ട് തൊട്ടേ ഓരോരുത്തന്മാര് കാട്ടു കയറി ഓരോന്നൊക്കെ എടുത്തോണ്ട് പോയി അവനവനുള്ള വകുപ്പുണ്ടാക്കും. ആ വകുപ്പിനെയാണ് വനം വകുപ്പ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടി പുതിയതായിട്ട് വന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ ഫോറസ്റ്റ് ജോലിക്കിടയിൽ എന്ത് വന്നാലും എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ പാടില്ല. എന്റെ വനദേവതേ എന്ന് വേണം വിളിക്കാൻ. വനദേവതയോ? അതെന്താ? കാരണം ഈ കാടല്ലേ നമ്മുടെ ചോറ്. അപ്പൊ മേഡം, നമുക്കൊരു കാട്ടിലൂടെ തുടങ്ങിയാലോ? ഇവിടെ ചോറ് വെക്കാൻ വന്നതാണോ അതോ ജോലിക്ക് വന്നതാണോ? പിന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അണ്ണാൻ കുഞ്ഞിന് തന്നാലായത് ഗതികെട്ടാ പുലി പുല്ലെന്തെന്നു. കാട്ടിലെ തടി ദേവരുടെ ആന. ഇതൊക്കെ എന്തുവാ? നമ്മൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളെ പറയാവൂ. പിന്നെ കുട്ടി ഒരു സിനിമ കാണുകയാണെന്ന് ഇരിക്കട്ടെ. പുലിമുരുകൻ, അനന്തങ്കാട്, ഇതൊക്കെ വേണം കാണാൻ. കാട്, കറുത്ത കാട്, മനുഷ്യരാദ്യം പിറന്ന വീട്. ഇതൊക്കെ എന്തുവാ? അല്ലേ, എനിക്കൊരു പാട്ട് പാടാൻ തോന്നി. അപ്പൊ ഞാൻ കാടുമായിട്ട് ബന്ധപ്പെട്ട പാട്ടങ്ങ് പിടിച്ച് മേടേക്ക്. പിന്നെ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹലോ അമ്മ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ശരി. വീട്ടില് അമ്മയുണ്ട്, അച്ഛൻ ജോലിക്ക് പോയി. ഇതൊക്കെ എന്നോട് പറയുന്നേ? അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇവിടെ അല്ലേ ഞാൻ. മേഡം, എനിക്കൊരു സംശയം. നമ്മൾ ഈ കാട്ടിലോട്ട് നടന്നു വന്നപ്പോഴേ കാട്ടിലെ മരങ്ങൾക്ക് ഓരോരോ നമ്പർ ഇട്ട് വെച്ചേക്കുന്നത് അതെന്തിനാ? പിന്നെ കാട്ടിലെ മരങ്ങൾക്ക് നമ്പർ ഇടാതെ 28 കെട്ട് നടത്തി സുബു, രാമണൻ, സതീഷ് പേരിട്ട് വിളിക്കാൻ പറ്റുമോ? അതിനാ നമ്പർ എഴുതി വെച്ചേക്കുന്നേ. നമ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്ത്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പത്തെ മരത്തില് ഫോൺ നമ്പർ എഴുതി വെച്ചേക്കുന്നത് അതെന്തിനാ? അത് പുലി വരുമ്പോ വിളിക്കാനാണ്. പുലി വരുമ്പോ വിളിക്കാനാ? അതിന് പുലിക്കാരാ ഫോൺ മേടിച്ചു കൊടുത്തത്? പൊന്നു കുഞ്ഞേ, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമസ്കാരം. ഓ നമസ്കാരം. ഇതാരാ? പുതിയ ആളാ. ഇതാരാണോ? ഞാൻ ഇച്ചിരി പഴയ ആളാ. സിനിമയുടെ ആയാലും സീരിയലിന്റെ ആയാലും എനിക്കെന്താ? സിനിമയുടെ അല്ല പറഞ്ഞേ, സിനിമേടം. മൃഗസംരക്ഷണത്തിന് ഉറപ്പുവരുത്തുന്ന പെൺപുലിയാണ് ഞാൻ. അതെ, കേരളത്തിൽ ഇപ്പൊ മേടം കഴിഞ്ഞ ഇടവം, മിഥുനം, കർക്കിടകം. അതല്ല, കേരളത്തിലെ വനത്തിലെ മൃഗങ്ങളുടെ സെക്രട്ടറിയാണ് മേഡം. അല്ല, വനത്തിലെ മൃഗസംരക്ഷണത്തിന് സെക്രട്ടറിയാണ് മേഡം. പിന്നെ ഞാൻ വന്ന കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങിയ സുജിത്തൂട്ടൻ എന്ന പുലിയെ നിങ്ങൾ എന്താ ചെയ്തത്? പുലിയോ? സുജിത്തൂട്ടൻ എന്ന പുലിയെ ആക്രമിച്ചു എന്ന വാർത്ത ഞാൻ
മേഡം അത് സുജിത്ത് കൂട്ടൻ എന്ന പുലിയല്ല, സുജിത്ത് കൂട്ടനെ പുലി ആക്രമിച്ചു. അങ്ങനെ എന്നാലും ആ പുലിയെ നിങ്ങൾ എന്താ ചെയ്തേ? കെണി വെച്ച് പിടിച്ചു മേഡം. കെണി വെക്കാനൊക്കെ അറിയാവോ? അറിയാവോന്ന്? എല്ലാ വർഷവും ഞാനല്ലേ വീട്ടിൽ സെറ്റ് ചെയ്യുന്നത്. ഒരു ഉരുളി അങ്ങോട്ട് എടുത്ത് ചക്ക, മാങ്ങ, തേങ്ങ, പഴം, കണിക്കൊന്ന, കണ്ണന്റെ വിഗ്രഹം വെളുപ്പിനെ ആവുമ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചിട്ട് അമ്മയുടെ അച്ഛന്റെ കണ്ണങ്ങോട്ട് അമ്മയെ കണി റെഡി. ഭഗവാനെ കൃഷ്ണ, നല്ലത് മാത്രം വരുത്തണേ, മൃഗങ്ങൾക്ക് ഒരാപത്തും വരുത്തല്ലേ. കൈനീട്ട കൈ നീട്ടിയൊന്നും തന്നാലുണ്ടല്ലോ കെണിയുടെ കാര്യം ഇപ്പൊ അവള് കണിയുടെ കാര്യവും പറഞ്ഞോണ്ട് വന്നേക്കുവാ. എന്നിട്ട് നിങ്ങൾ കെണി വെച്ച് പിടിച്ച മൃഗത്തിന് എന്താ ചെയ്തേ? അതിനെ കാട്ടിക്കൊണ്ട് തുറന്നു വിട്ടിട്ടുണ്ട് മേഡം. എന്ത് പണിയായി കാണിച്ചത്? കാട് കാണാൻ പോകുന്ന നമ്മളെ ജീവികള് നാട്ടിക്കൊണ്ട് വിടാറുണ്ടോ? ഇല്ല. പിന്നെ എന്തോത്തിനാ ആ പാവമൃഗങ്ങളെ ദ്രോഹിക്കുന്നത്? ആ പാവമൃഗങ്ങൾ വരുന്ന വഴിക്ക് കരണ്ട് വേലി വെച്ചേക്കുന്നു. അയ്യോ മേഡം, അത് കറണ്ട് വരെയല്ല, ഇന്നലത്തെ കാറ്റിന് പോസ്റ്റ് ഒടിഞ്ഞു വീണതാ. ആ പോസ്റ്റ് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം. അത് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞതാ, പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അതൊന്ന് മാറ്റണമെന്ന്. അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നു, പോസ്റ്റ് ഒടിഞ്ഞു കിടപ്പുണ്ട്, സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ മൃഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാ? മേഡം, ഞങ്ങൾ കാട്ടിൽ റോന്ത് ചുറ്റുന്നുണ്ട്. ഓന്തിട്ടുന്നോ? റോന്തല്ലടി, റോന്ത്. ആ, ചുമ്മാതല്ല. നമ്മൾ ഈ കാട്ടിൽ കിടന്ന റോന്ത് ചുറ്റുന്നോണ്ടാ മൃഗങ്ങൾ നാട്ടിൽ വന്ന് റോന്ത് ചുറ്റുന്നത്. പിന്നെ സിനി മാഡം വലിയ മൃഗസ്നേഹിയാണല്ലോ അല്ലയോ പറഞ്ഞേ? അപ്പൊ കാട്ടി പുലികൾ എത്ര നേരം ഉണ്ട്? പുള്ളിപ്പുലി, വരയൻപുലി, ചീറ്റപ്പുലി, കരിമ്പുലി, കോടംപുലി. കോടംപുലിയോ? കാടല്ലേ, പുലികൾ മാത്രമല്ല പുലികളും കാണും. മേഡം, ഞങ്ങൾ കാട്ടിൽ AI ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനെ? ഓവർ സ്പീഡിൽ പോകുന്ന മൃഗങ്ങൾക്ക് പെറ്റി അടിക്കാനോ? അതിലല്ലെന്ന്, വേട്ടയാടല് തടയാനായിട്ടാ. ഞാൻ വിചാരിച്ചു മൃഗങ്ങളെ സിനിമയ്ക്കകത്ത് എടുക്കാനായിരിക്കുമെന്ന്. നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ മൃഗങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തണം. അതെന്തിനാ? മിണ്ടാപ്രാണികൾ നന്നായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. മിണ്ടാപ്രാണികളായ ജീവികൾക്ക് ഒരു ഡയലോഗ് ഉള്ള വേഷം കൊടുക്കുന്നുണ്ടോ? ഡയലോഗുള്ള വേഷോ? അവര് നന്നായിട്ട് അഭിനയിക്കുന്നില്ലയോ? അഭിനയിക്കുന്ന മൃഗങ്ങളെ മാത്രമല്ല എടുക്കേണ്ടത്, ഡബ് ചെയ്യാനും കൂടെ ഉള്ള മൃഗങ്ങളെ എടുക്കേണ്ടത്. മൃഗസംരക്ഷണത്തിന് വേണ്ടി ഗർജിക്കുന്ന പെൺപുലിയാണ് ഞാൻ. എന്താ? പന്നി, പന്നി. ആരാണ് എന്റെ ഫോക്കസ്?